നാട്ടുകാർ നോക്കുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് വൈകിയാണ് അത് കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും ആരെങ്കിലും കൊണ്ടുവച്ചതാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താം എന്ന് തോന്നുന്നു, അല്ലേ? ആദ്യം പറയേണ്ടത് അവിശ്വസനീയം എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ടത്. കാരണം ഒരു കുഞ്ഞിനെ കാണാതാകുന്നു, 19 മണിക്കൂർ ഇവിടെ മുഴുവൻ പരിശോധന നടത്തുന്നു. ഈ സ്ഥലത്തടക്കം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തടക്കം രാവിലെ പരിശോധന നടത്തിയതാണ്. അപ്പോഴൊന്നും ഈ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ വസ്തുത. പിന്നീട് രാത്രിയോടുകൂടി പോലീസ്, അതായത് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, SHOയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ മാത്രമാണ് ഈ കുഞ്ഞിനെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളുള്ളതാണോ? ഈ സാധാരണഗതിയിൽ ഇവിടെ ഒരു കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. പകൽ മുഴുവൻ പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഇപ്പൊ പകൽ പരിശോധന നടത്തിയപ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ കണ്ടിരുന്നോ? സംശയം ഉണ്ടായില്ല, ഒരു സംശയം ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാരണം ഇവിടെ നടന്നിട്ട് ഉള്ള സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അന്വേഷണമൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു, പല മുക്കിലും മൂലയിലും എല്ലാം പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം ആരെങ്കിലും കുഞ്ഞിനെ ഈ പ്രദേശത്ത് കൊണ്ട് വെച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല നമുക്കിപ്പോ. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ ഒരു കൊച്ചിന്റെ കരച്ചിലോ അങ്ങനെ ഒന്നും കേട്ടിട്ടുമില്ല. ഒരു 2 വയസ്സുള്ള കൊച്ചു കരയുമല്ലോ, അത് ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. എന്താണ് തോന്നുന്നത് ഇപ്പോൾ അവസാനം നിങ്ങളുടെ ഈ അടുത്ത് നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്? അത് കാണാതെ കേരളം മുഴുവൻ പരിശോധന നടത്തിയതാണ്, എല്ലാ മുക്കിലും മൂലയിലും. അവസാന നിമിഷം ഈ കുഞ്ഞിനെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തുന്നു. ഈ അയൽവാസി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തിട്ട് പോയിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതായിരിക്കും. അല്ലാതെ പിന്നെ കൊച്ചു നടന്നു വരികയില്ല ഇത്തരം താഴ്ചയുള്ള സ്ഥലത്ത്. ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ട് കൊണ്ടുവച്ചതായിരിക്കും. മറ്റു ചില നാട്ടുകാർ കൂടിയുണ്ട്. ചേച്ചി, നിങ്ങൾ ഈ പ്രദേശത്തുള്ളതാണ്. ഒരു പെൺകുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെയാണ് കാണാതാകുന്നത്. ആ കുഞ്ഞിനെ നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രദേശത്ത് നിന്ന് വീണ്ടും കണ്ടെത്തുന്നു. ആദ്യം പരിശോധന നടത്തുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല. രാത്രിയോടുകൂടി ഈ കുഞ്ഞിനെ ഇവിടുന്ന് കണ്ടെത്തുന്നു. കുഞ്ഞിനെ മറ്റൊന്നും സംഭവിക്കാത്തത് വലിയ ഭാഗ്യമായി കരുതാം. ഈ കുഞ്ഞിനെ കണ്ടെത്തിയ ഈ സ്ഥലത്ത് ഒരു പ്രദേശവാസി നില എന്താണ് പറയാനുള്ളത്? ആരെങ്കിലും കൊണ്ടുവച്ചായിരിക്കും, അല്ലാതെ ഇവിടെ വരൂല. ഈ റെയിൽവേ പാളത്തിൽ എങ്ങനെ കുട്ടി വരും? രാവിലെ ശിശു, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാവിലെ നിങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഇവിടെ എല്ലാം പരിശോധിച്ചു, പോലീസിനൊപ്പം തന്നെ പരിശോധിച്ചിരുന്നു. അപ്പോഴൊന്നും നമ്മൾ ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 6:30 മണിക്ക് ഇവിടെ നിൽക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞതിന് ശേഷം മുതൽ നിങ്ങൾ നാട്ടുകാരെല്ലാം ഇല്ല. മെനിങ്ങാന്നും കൂടെ ആ കുട്ടിയെ ഞങ്ങൾ കണ്ടതാണ്. നമ്മളെ അയലോക്കത്തൊന്നാണ് വെള്ളം എടുത്ത് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളെ പരിസരത്തുള്ള ഒരു കുട്ടി പോയാൽ നമ്മളെ മക്കളെ പോലത്തെ. ചേച്ചി പറഞ്ഞ വലിയ കാര്യമാണ്. കാരണം ഈ കുഞ്ഞിനെ ചേച്ചിക്ക് നേരത്തെ അറിയാം, നിങ്ങളുടെ അടുത്തുള്ള വെള്ളത്തിൽ കുളിക്കുന്നതാണ്. കണ്ടു 1:30 മണിക്ക് ഞാൻ കണ്ടിട്ട് പോണ കുട്ടിയാണ്. അതുപോലെ ആ കുഞ്ഞുങ്ങൾ ഇന്നും ഇന്നലെ അല്ല ഇവിടെ വന്നു, ഒരുപാട് വർഷം കൊണ്ട് വന്ന് ഇവിടെ വന്ന് കുളിക്കുകയും നനയ്ക്കുകയും ഈ പരിസരത്തൊന്നും ഒന്ന് കിടക്കണേന്. നമ്മള് വീട്ടിൽ കിടക്കുമ്പോൾ അതുകൾ കൊതുകടി കൊണ്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പരിസരത്ത് ഒരുപാട് കുട്ടികളുള്ളതാണ്. എന്റെ അനിയത്തിക്കുണ്ട് 5 വയസ്സായൊരു മോള്. നാളെ നമുക്ക് കൊച്ചിന് വരൂല എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കണം. ഇതിപ്പോ ഈ ആളുകളെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. ഇവരുടെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ വരുന്ന ആളുകളെന്ന് പറഞ്ഞല്ലോ. ഇവര് കുറെ കാലം കൊണ്ട് ഇവിടെ തേനെടുക്കാൻ വരുന്നുണ്ട്. അവരിവിടെ ജീവിക്കുന്നു മാന്യമായിട്ട്. ഞങ്ങളെ പരിസരത്ത് വന്ന് കുളിക്കുന്നുണ്ട്. ആ കുട്ടികളെ അവിടെ കൊണ്ടുവച്ച് കഴിയുകയും കുളിപ്പിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നവര്. അയലോക്കത്തൊന്നാണ് സോപ്പും പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന കുട്ടികളാണ്. അത് ഒരു വലിയൊരു ക്രൂരത തന്നെ അത്.